രാജ്ഭവനിലേക്ക് ഇടതുപക്ഷത്തിന്റെ മാർച്ചുണ്ട്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആ മാർച്ചിൽ സംസാരിക്കുകയാണ്. അതിലേക്ക്. കാരണം ഇത് പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായിട്ടുള്ള കാർഷിക മേഖലയിലെ എല്ലാവരുടെയും പ്രശ്നമാണ്. ഗൃഹാവശ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷിക്ക് വേണ്ടിയിട്ടും ഒഴിച്ചുള്ള എല്ലാ നിർമ്മാണങ്ങളും യഥാർത്ഥത്തിൽ പാടില്ല എന്ന അവസ്ഥ വന്നതോടുകൂടിയുള്ള സങ്കീർണത പിന്നെ എങ്ങനെയാണ് പരിഹരിക്കുക? സ്വാഭാവികമായിട്ടും ധാരണയായി ഒരു നിശ്ചിത ഭൂമി ഉൾപ്പെടെ എടുത്ത് ആ ഭൂമിയിലെ നിർമ്മിതി എന്തൊക്കെ, ആ നിർമ്മിതികളെല്ലാം ഇന്നത്തെ രീതിയിൽ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം വേണം. വെറുതെ ഒരു നിയമനിർമ്മാണമല്ല, ഇതൊക്കെ കൃത്യമായിട്ട് നിയമമായി സാധൂകരിക്കുന്നതിന് വേണ്ടി സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം വേണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരള നിയമസഭ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് ആ നിയമം പാസാക്കിയത്. അത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി കൃഷിക്ക് വേണ്ടി മാത്രമല്ല, വീടുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റനുബന്ധമായിട്ട് വന്ന നിരവധി കാര്യങ്ങൾക്ക് ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ അനുവാദം ലഭിക്കത്തക്ക രീതിയിലുള്ളതും ഇന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ക്രമവൽക്കരിക്കേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ക്രമവൽക്കരിക്കും എന്ന ധാരണയോടുകൂടി തന്നെയാണ് ഈ നിയമനിർമ്മാണം നടന്നത്. ഇങ്ങനെ വന്നാൽ എന്താ ഗുണം? ഇടുക്കി ജില്ല മാത്രമല്ല, ഞാൻ ഇടുക്കി ജില്ല ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഫോക്കസ് ചെയ്ത് ഇടുക്കിയാണല്ലോ. ആ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയെ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. 1960 അന്നത്തെ ഭേദഗതി, അതിന്റെ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഭൂപതിവ് ഭേദഗതി നിയമത്തിൽ ഇപ്പോഴും ഭേദഗതി വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അത് ഉജ്ജ്വലമായിട്ടുള്ള ഒരു കാൽവെപ്പാണ്. അത് ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല. ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം പാസാക്കുന്നതോടെ സങ്കീർണമായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു നിയമനിർമ്മാണം തന്നെയാണ് കഴിഞ്ഞ 2023 സെപ്റ്റംബർ 14 കേരള നിയമസഭ ഏകണ്ഠമായിട്ട് പാസാക്കിയിട്ടുള്ളത്. ആ പാസാക്കിയിട്ടുള്ള നിയമമാവണമെങ്കിൽ ഗവർണർ ഒപ്പുവെക്കണം. ഒരേ ഒരു തടസ്സം, ഗവർണർ ഒപ്പുവെക്കുന്നില്ല. ഇതിന് വേറെ ആരെയും പ്രതിയാക്കാൻ പറ്റില്ല, പ്രതിപക്ഷത്തെ പറയാൻ പറ്റില്ല, ആരെയും പറയാൻ പറ്റില്ല. എന്നാൽ ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അത് വെറും ഗവർണറൊന്നുമല്ല, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം വേറെ ആരുടെ രാഷ്ട്രീയമല്ല, BJP രാഷ്ട്രീയമാണ്. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ